ഗോൽമാൽ ഗോൽമാൽ ടിനിങ് ടിങ് ടിങ് ഗോൽമാൽ. എന്താ ഇത്? ഇന്ന് സ്കൂൾ എന്താണ് ഇത്ര സൈലന്റ് ആയിരിക്കുന്നത്? ഗോപാൽ, മാധവ്, നിങ്ങളുടെ കളിയും തമാശയും ഞാൻ കുറെ കാലമായി സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി പപ്പിയുടെ കളിയാണ്, നോക്കിക്കോ. ഇത് ഗോപാലിന്റെ ബ്ലാക്ക് സോക്സ് ആണ്. പിന്നെ ഇത് മാധവന്റെ വൈറ്റ് സോക്സ്. ഒറിജിനൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഇനി നോക്കിക്കോളൂ എന്റെ കളി. എന്റെ വൈറ്റ് സോക്സ്, എന്റെ ബ്ലാക്ക്, എന്റെ രണ്ടാമത്തെ വൈറ്റ് സോക്സ് എവിടെയാണ്? അത് വിട്ടേക്കണോ? ഇത് എന്റെ വൈറ്റ് സോക്സ് ആണ്. ഇതിൽ നിന്റെ കറുത്ത സോക്സിന്റെ കളറൊക്കെ പിടിച്ചിരിക്കുകയാണ്. ഇത് മൊത്തം ഗ്രേ ആയിരിക്കാണ്. വിട്ടടാ. എന്നാ നിന്റെ കണ്ണാദ്യം ടെസ്റ്റ് ചെയ്യടാ മാധവ. ഇത് എന്റെ ബ്ലാക്ക് സോക്സ് ആണ്. ഒരുപാട് നേരം വെയിലിൽ കിടന്നോണ്ട് ഇപ്പൊ ഗ്രേ ആയി പോയതാ. മനസ്സിലായോടാ? അതെ, അങ്ങോട്ട് നോക്ക്. UFO. ഗോപു, അതെന്റെ സോക്സ് ആണ്. കണ്ണിന്റെ കൂടെ നിന്റെ ബ്രെയിനും ചേർത്തൊക്കെ ടെസ്റ്റ് ചെയ്തേക്ക. ഇപ്പൊ സോക്സ് ഒന്നേ ഉള്ളൂ. ഒരുപാട് പ്രോബ്ലം ഉണ്ടല്ലോ. എന്റെ മാധവ, ഇനി എങ്ങനെയാ നീ റെഡി ആവുക? എനിക്കറിയാം ലക്കി. വൈകുന്നേരം പെരേഡ് ഉണ്ട്. അതിന്റെ കൂടെ തന്നെ ഇൻസ്പെക്ഷനും ഉണ്ട്. ഒരു പക്ഷേ PT സാർ നിന്റെ സോക്സ് ചെക്ക് ചെയ്താലുണ്ടല്ലോ, പിന്നെ നീ ഗ്രൗണ്ടിൽ 10 റൗണ്ട് ഓടേണ്ടി വരും. ഇതിനെല്ലാത്തിനും കാരണം ഗോപു ആണ്. പണ്ടാരംഭിച്ച ഗോപു. പിന്നെ പെരേഡ് പ്രാക്ടീസ് കാണാൻ മിലിയും വരുന്നുണ്ട്. നിന്റെ ഒരു കാലിൽ സോക്സ് ഇല്ലെന്ന് കണ്ടാലേ അപ്പൊ പറയൂ, എടാ മാധവ, ഹൗസ് ഇല്ലെന്ന് പറയും. നീ ഒന്നും മിണ്ടാതിരിക്കട്ടെ ലക്ഷ്മണ. എന്റെ മോ, എടാ ഗോപു, ഞാൻ നിന്നെ വെറുതെ വിടില്ലടാ. കൂട്ടുകാരെ, എല്ലാരും എന്നെ കവർ ചെയ്ത് നടക്ക്. ആരും എന്നെ കാണാൻ പാടില്ല. ബ്രേക്കിംഗ് ന്യൂസ്, ബ്രേക്കിംഗ് ന്യൂസ്. ഇന്നത്തെ ചൂട് വാർത്ത, ഇന്നത്തെ ഹെഡ്ലൈൻസ്. ഒരുത്തന്റെ കാലിൽ ഒരു സോക്സ് മാത്രമേ ഉള്ളൂ. മാധവ് ഇന്ന് ഒരു സോക്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അവന്റെ രണ്ടാമത്തെ സോക്സ് ഹോളിഡേക്ക് പോയതാണോ? ദ സ്കൂൾ വാണ്ട്സ് നോ. ഹോളിഡേക്കല്ലോ പോയത്, കിഡ്നാപ്പ് ആയി പോയതാണ്. കിഡ്നാപ്പ്. അത് തിരിച്ചു കൊണ്ടുവരുന്ന പ്ലാൻ. അടുത്ത് വാ. ഇന്ന് ഞാൻ സോളിഡ് ആയിട്ട് ഒരു പണി ചെയ്തിട്ടുണ്ട്. മാധവന്റെ സോക്സ് അടിച്ചു മാറ്റി കൊണ്ടുവന്നിരിക്കുക. ഇപ്പൊ അവൻ ശരിക്കും സറണ്ടർ ആയില്ലേ? പപ്പി പപ്പി പപ്പി, നീ എന്തുമാത്രം ജോലി ചെയ്യുന്നത്? അത് കിട്ടാ, ഞാൻ ചെയ്യാലോ. നീ ഒരല്പം റെസ്റ്റ് എടുക്ക് പപ്പി. പൂന്തോട്ടത്തിലുള്ള വെള്ളമൊക്കെ ഞാൻ ഒഴിച്ചോളാം. നീ ആകെ ടയേർഡ് ആയിരിക്കണം. അതുകൊണ്ട് നീ കുറച്ചു നേരത്തെ റെസ്റ്റ് എടുക്ക്. വാവ്, വെള്ളം ഒഴിക്കാൻ നല്ല രസമുണ്ട്. അതെ അതെ, നല്ല രസമുണ്ട്. എന്തായി സംഭവിക്കുന്നേ? ഇങ്ങോട്ട് നോക്ക് പപ്പി. ചേട്ടാ, പിള്ളേരങ്ങ് പോയല്ലോ. വെള്ളവും പോയല്ലോ. ആരടാ കൊച്ചു പിള്ളേരെ പോലെ ചോയ്ന്ന് ശബ്ദം ഉണ്ടാക്കിട്ട് പോകുന്നത്? കുട്ടി പോരെ. ഗോപു, ബ്രേക്കിംഗ് ന്യൂസ്, ബ്രേക്കിംഗ് ന്യൂസ്. ഇന്നത്തെ നല്ല ചൂടുള്ള വാർത്ത. ഒരു ചെക്കൻ സ്കൂളിലേക്ക് പമ്മി പമ്മി വന്നുകൊണ്ടിരിക്കുന്നത് കണ്ടോ? ഗോപു തന്റെ ഷൂസ് ബോയ് സെക്ഷനിൽ നിന്നല്ല, ഇപ്പോഴും കിഡ് സെക്ഷനിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. സ്കൂൾ വാണ്ട്സ് ടു നോ. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യടാ ഗോപു? ശത്രു ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. ഷൂസും സോക്സും ഉണങ്ങുന്നത് വരെ നീ ഇവിടുന്ന് എവിടേക്ക് മനങ്ങരുത് ലക്ഷ്മണ. ഞാനിപ്പോ വരാം. ഓക്കേ ഗോപു. ഒരു പക്ഷെ എനിക്ക് പിസ്സടിക്കാൻ തോന്നിയാൽ പോലും ഞാൻ ഇവിടുന്ന് അനങ്ങുന്ന പ്രശ്നമില്ലടാ ഗോപു. തുറക്ക്, വാതിൽ തുറക്കാൻ. ആരാ എന്നെ പൂട്ടിയിട്ടത്? ഒന്ന് രക്ഷിക്ക്. ആരെങ്കിലും ഒന്ന് വന്ന് വാതിൽ തുറക്ക്. വാതിൽ തുറക്കാൻ. ഇൻസൾട്ട്. അവന്മാര് നമ്മളെ കളിപ്പിച്ചിരിക്കടാ ഗോപു. സോക്സിന് പകരം സോക്സ്, ഇൻസൾട്ടിന് പകരം ഫോൺ.
അതെ വസൂലി ഭായ്, വളരെ അർജന്റാ. നിങ്ങളുടെ ഡൈവിംഗ് സൂട്ട് ഒന്ന് വേണമായിരുന്നു. അല്ല അത് പിന്നെ റീസൺ ഒന്നും പറയാൻ പറ്റില്ല ഭായ്, ടോപ്പ് സീക്രട്ടാ. എടാ ഗോപു, നമുക്ക് എന്തിനാടാ ഇപ്പൊ ഡൈവിംഗ് സൂട്ടൊക്കെ? കുളത്തിൽ നിന്ന് വിലപിടിപ്പുള്ള മുത്ത് കിട്ടുന്നുണ്ടെന്നാ പറയുന്നത്. ലക്ഷ്മൺ, നമുക്ക് രണ്ടാൾക്ക് ഇവിടെ മിണ്ടാതിരിക്കാം, ആരോടും പറയരുത് ഈ കാര്യം. അവന്മാര് നമ്മുടെ പുറകെ വരും, നോക്കിക്കോ. നമ്മൾ അവന്റെ പുറകിലടാ, അവനാണ് നമ്മുടെ പുറകെ വന്നുകൊണ്ടിരിക്കുന്നത്. ഹലോ വസൂലി ബായ്, ലുങ്കിയാണോ വേഷ്ടിയാണോ, പൊറോട്ടയാണോ റോട്ടിയാണോ, വൈരം വേണോ അതോ മുത്ത് വേണോ? ഏതൊരു കാര്യം ചെയ്യുന്ന മുമ്പും ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. അത് പിന്നെ ശരിയാണല്ലോ. ഡൈവിംഗ് സൂട്ട് ആവശ്യമുണ്ട് വസൂലി ബായ്, ഒന്ന് പെട്ടെന്ന് വേണം. അതിപ്പോ എന്തിനാ വേണ്ടത്? റീസൺ? അല്ല അത് പിന്നെ മുതലയുടെ മുട്ട കണ്ടെടുക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ ഒരു സയൻസ് പ്രോജക്റ്റിന് വേണ്ടിട്ടാണ്. സംഗതി ഓക്കെ. കമോൺ ഗൈസ്, നമുക്ക് വേഗം പോണം. മാധവൻ ഗാങ്ങോ? ഗോപാലും ലക്ഷ്മണനും അവന്റെ പുറകെ പോകുന്നുണ്ടല്ലോ. ഇവര് രണ്ടുപേരും എന്ത് ഗോൽമാലാണ് ഒപ്പിക്കാൻ പോകുന്നത്? വസൂലി ഭായ്, നിങ്ങൾ ഞങ്ങളുടെ ഡ്രസ് ഒന്ന് നോക്കിക്കൊള്ളണേ, ഞങ്ങളിതാ ഇപ്പൊ വരാവേ. എടാ നിക്കടാ മാധവ. ഈ സുനാമി എവിടെ നിന്നാണാവോ വന്നത്? എടാ മാധവ, നിന്റെ വസ്ത്രങ്ങൾ കാണാനില്ല. അതെ, പ്രശ്നമായിരുന്നോ? അടിപിടിയോ? വസ്ത്രങ്ങൾ, നിന്റെ വസ്ത്രങ്ങൾ. എന്തു പോയിന്ന്? എന്റെ വസൂലി ബായ്, ഈ കുളത്തിന്റെ അകത്ത് പ്രശ്നമൊന്നും ഇല്ലെന്നേ. വസ്ത്രങ്ങളുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? വാ ഫോർ വിമാനം, വാ ഫോർ വസ്ത്രം. ഉടുതുണിയുടെ കാര്യമാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എന്തോന്ന്? ഡ്രസ്സോ എന്ന് വെച്ചാ അതും പോയോ? ഓ, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഞാനാണ് പപ്പി. പി ഫോർ പ്രിൻസിപ്പൽ സൺ, പി ഫോർ പ്രൂഫ് കാണിക്കാൻ പോകുന്നു. ഇവന്മാരുടെ കാര്യം ഈ പ്രാവശ്യത്തേക്ക് പോക്കാണ്. സാറേ, മറ്റേ വസൂലി ഇവിടെ വന്നിട്ടുണ്ട്. വാട്ട് നോൺസെൻസ് പപ്പി! എന്തിനാണോ താൻ വീണ്ടും വീണ്ടും അവന്റെ പേര് പറയുന്നത്? യൂസ്ലെസ് മസിലുടെ പേര് പറഞ്ഞ് എന്റെ മൂഡ് എന്തിനാണോ താൻ നശിപ്പിക്കുന്നേ? അല്ല സാറേ, നിങ്ങൾ പറഞ്ഞ യൂസ്ലെസ് വസൂലി പിന്നെ ഡബിൾ യൂസ്ലെസ് ആ പിള്ളേരും ഇവിടെ തന്നെ ഉണ്ട്. നമ്മുടെ സ്കൂളിന്റെ വളരെ ഇന്നസെന്റ് ആയ പിള്ളേരാണ് സാർ. ഇവിടെ അടുത്ത് ഒരു കുളത്തിന്റെ അടുത്ത് ഒന്നിച്ചിരുന്ന് നീതി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ സാർ. വാട്ട് നോൺസെൻസ് പപ്പി! ഞാൻ ഇപ്പൊ തന്നെ അവിടെ പറന്നു വരാം. വേണ്ട, അല്ലെങ്കിൽ ഞാൻ ഉടനെ അവിടെ ഓടിയെത്താം. ഇവന്മാരെ രക്ഷപ്പെടില്ല. പി ഫോർ പപ്പി. പ്രിൻസിപ്പൽ സാർ വരുന്നുണ്ടോ? നമ്മൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പുറത്തു പോകണം. ഓടിക്കോ. പക്ഷെ ഇങ്ങനെ പോയാൽ എങ്ങനെയാണ് പോകുന്നത്? വസൂലി ഭായ്, വസൂലി ഭായ്. വൈരക്കല്ലുകളോ? നിൽക്കൂ, ഞാൻ വരുന്നുണ്ട്. ഞാൻ തന്നെ അങ്ങോട്ട് വരാം. നിക്ക്. ആദ്യം ഡ്രസ് ഊരി വെക്കേ, അല്ലെങ്കിൽ ഡ്രസ് എല്ലാം നനയില്ലേ? അഴിച്ചു മാറ്റ്, അവിടെ തന്നെ വെച്ചോ. ഞങ്ങൾ വേണമെങ്കിൽ കണ്ണടച്ചോളാലോ. ഇപ്പൊ വരാവേ. ഞാൻ ഈ ഡ്രസ് ഒന്ന് മാറ്റിക്കോട്ടെ. വീണ്ടും ഞാൻ ശശി ആയല്ലോ. പക്ഷെ അവരെന്തിനാ എന്നെ വിട്ടിട്ട് പോയത്? ഇവിടുന്ന് രക്ഷപ്പെടുന്നതാവും നല്ലതല്ലേ? പക്ഷേ എന്റെ വസ്ത്രങ്ങൾ കാണാനില്ല. എന്താ പറ്റിയത്? ഇവന് ഞാൻ വെച്ചിട്ടുണ്ട്. കിട്ടിപ്പോയി. അത്രയും വലിയ ഒരു മുത്തോ? ഞാനിപ്പോ തന്നെ വരാം. വസ്ത്രം ഊരി വെച്ചിട്ട് വേണം വരാൻ. ആദ്യം വസ്ത്രം ഊര്. കമോൺ. ഊരണോ? മരത്തിനടി പോ. നിക്ക്, ഇപ്പൊ വന്നേക്കാം. വരുന്നോ? ഞാനിതാ എത്തി. എല്ലാത്തിനും എനിക്ക് പ്രൂഫ് വേണം. ഈ പ്രാവശ്യം ഞാൻ ഒന്നും മിസ് ചെയ്യില്ല, തീർച്ചയായിട്ടും ഒന്നും മിസ് ചെയ്യില്ല. വലിയ മുത്താണ് കിട്ടിയിരിക്കുന്നത്.
അത് M4 മുതലയുടെ മുട്ടയാണ്. അയ്യോ ഓടിയില്ലെങ്കിൽ അതിന്റെ കടിച്ചു നിന്ന് കളയോ. എന്റെ ഈശ്വരാ. ഒരു കാര്യം ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇതെനിക്ക് ഭയങ്കര ലൂസ് ആയല്ലോ. എന്റെ ഡ്രസ് എടുത്ത് താനിട്ടിരിക്കുന്നോ? അത് എന്റെ ഡ്രസ്സാണ്. നോൺസെൻസ് പപ്പി. മസിലി എങ്ങനെയാ നിന്റെ യൂണിഫോം ഇട്ട് നിൽക്കുന്നത്? പിന്നെ നീ എന്താണ് ഈ ഡ്രസ്സിൽ നിൽക്കുന്നത്? പിന്നെ എന്റെ പിള്ളേരെ നീ ആവശ്യമില്ലാതെ ബ്ലെയിം ചെയ്യായിരുന്നല്ലേ? പിന്നെ നീയാണല്ലേ കുളത്തിലിറങ്ങി മുത്ത് തപ്പിക്കൊണ്ടിരിക്കുന്നത്. സാർ, ഞങ്ങൾ എല്ലാവരും പരേഡ് പ്രാക്ടീസിനും ഇൻസ്പെക്ഷനും വേണ്ടിയുള്ള പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാറേ. യെസ് സാർ. കള്ളമാണ് സാറേ, കള്ളം. ഈ ചക്കന്മാർ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. മുതലയുടെ മുട്ട മുത്ത് തേടുകയായിരുന്നു സാർ. വിശ്വസിക്കണം സാർ. അതിന് പ്രൂഫ് ഉണ്ടോ? ഞാനിപ്പോ തന്നെ കാണിച്ചു തരാം സാർ. ഞാനിപ്പോ തന്നെ കാണിച്ചു തരാം. എന്തു പറ്റി? എന്റെ മൊബൈൽ എങ്ങനെയാണ് തവണയായിട്ട് മാറിയത്? എന്റെ പ്ലാനിങ് മൊത്തം ഫ്ലോപ്പ് ആയി പോയല്ലോ.